ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ പുറം ചുവരിൽ താമരയിലിരിക്കുന്ന കണ്ണൻ്റെ ഒരു ചിത്രമുണ്ട്. താമരക്കണ്ണൻ്റെ ഈ ചിത്രത്തിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. ഒരു ദിവസം രാത്രി വില്വമംഗലം സ്വാമിയാർ കണ്ണനെ ഓരോരോ ഭാവത്തിലും രൂപത്തിലും സ്തുതിക്കുവാൻ തുടങ്ങി. ഏതേത് രൂപത്തിൽ സ്തുതിക്കുന്നുവോ ആ രൂപത്തിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്വാമിയാരും കണ്ണനും കൂടി കളി തുടർന്നു. സ്വാമിയാർ താമരയിലിരിക്കുന്ന കണ്ണനായി സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു, താമരക്കണ്ണാ. ആ സമയം കണ്ണൻ താമരയിൽ തൃക്കൈവെണ്ണയോട് കൂടിയിരിക്കുന്ന ദർശനം നൽകി. അങ്ങനെ കളി തുടർന്നു. രാവിലെ നിർമ്മാല്യത്തിനുള്ള സമയമായി. കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തി അതാ ശ്രീകോവിൽ തുറക്കാൻ വരുന്നു. മേൽശാന്തിയെ കണ്ട ഉടൻ എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കാൻ കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി. പിന്നാലെ സ്വാമിയാരും. അപ്പോഴേക്കും മേൽശാന്തി എത്തി. കണ്ണൻ ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ശ്രീകോവിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയാണ് കണ്ടത്. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കുവശത്തെ മണിക്കിണറിനു സമീപമുള്ള ചുമരിലൂടെ ഉള്ളിലേക്ക് കയറി. ആ സമയം താമരയിലിരിക്കുന്ന രൂപത്തിലായിരുന്നു കണ്ണൻ. ആ രൂപത്തിൽ കണ്ണൻ ചുമരിൽ പതിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഇതെല്ലാം കണ്ടു നിന്ന സ്വാമിയാര് പിറ്റേന്ന് തന്നെ ആ ചുവരിൽ പതിഞ്ഞ ഭഗവാന്റെ രൂപത്തെ ആളുകളുടെ സഹായത്തോടുകൂടി ചുവരിൽ വരച്ചു ചേർത്തു. ഇപ്പോഴും വടക്കുവശത്തെ മണിക്കിണറിനു സമീപത്തുള്ള ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ താമരക്കണ്ണൻ്റെ ആ രൂപം കാണാൻ കഴിയും. അവിടെ തൊഴുതാൽ ഉള്ളിലുള്ള കണ്ണൻ കാണുമെന്നാണ് വിശ്വാസം.